ഇന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ ഒരു നിസാൻ ഇവാലിയയുടെ ഹെഡ്ലൈറ്റുകളാണ്. ഈ ഹെഡ്ലൈറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വാഹനം വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ഹെഡ്ലൈറ്റിൻ്റെ കണ്ടീഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ നമ്മൾ ഈ ഒരു ഹെഡ്ലൈറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ പുതിയ 2 ഹെഡ്ലൈറ്റുകൾ ഓർഡർ ചെയ്തു. അത് വാങ്ങിയിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്താണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിലവിലുണ്ടായിരുന്ന ഹെഡ്ലൈറ്റിൻ്റെ രൂപം ജസ്റ്റ് കാണിച്ചു തരുന്നതാണ്. അതുപോലെ അതിൻ്റെ പെർഫോമൻസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ലോ ബീമിൽ വരുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇത്രയാണ് ഉണ്ടായിരുന്നുള്ളൂ. പകലാണ്, എന്നാലും ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലൈറ്റ് ഔട്ട്പുട്ട് ഉണ്ടായിരുന്നത് ലോ ബീമിൽ. ഹൈ ബീം ഏകദേശം ഇങ്ങനെയും. അപ്പോൾ രണ്ടിൻ്റെയും ഔട്ട്പുട്ട് നമ്മളിപ്പോൾ കണ്ടു. ഇതിനെ നമുക്കൊന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് മെഷർ ചെയ്ത് നോക്കാം. നമ്മുടെ ഇതിൻ്റെ ലോ ബീമിൽ നമ്മുടെ മെഷർമെൻറ്റിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു 500 ലക്സ് ആണ് ലോ ബീമിൽ കിട്ടുന്ന ഔട്ട്പുട്ട്. നമ്മുടെ ഹൈ ബീം നോക്കിക്കഴിഞ്ഞാൽ അതൊരു 600 ലക്സിലേക്കും കിട്ടിയിട്ടുണ്ട്. 650 ഉണ്ട്. എന്തായാലും ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഹൈ ബീമിൽ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഔട്ട്പുട്ട്. ഇനി നമ്മളുടെ വാഹനം കംപ്ലീറ്റ് വർക്കെല്ലാം കഴിഞ്ഞു. നമ്മുടെ പുതിയ ഹെഡ്ലൈറ്റിൽ നമ്മൾ ഒസ്റാമിൻ്റെ CBI അഡ്വാൻസ് EC പ്രൊജക്ടേഴ്സ് ആഡ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ സൈഡിൽ വരുന്ന ചെറിയൊരു പാർട്ടിനെ നമ്മളത് ഡീക്രോം ചെയ്തു. അതുപോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഷ്രൗഡിനെയും ഡീക്രോം ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ ഈ വ്യൂസ് അല്ലെങ്കിൽ ഈ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ലുക്ക് എൻറ്റയർലി മാറിയിട്ടുണ്ട്. ആ ഹെഡ്ലൈറ്റ് മാറിയപ്പോൾ തന്നെ വാഹനം നല്ല കംപ്ലീറ്റ് ഫിനിഷിലേക്ക് കൊണ്ടുവന്നു. കാരണം ഇതൊരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള കാർ തന്നെയാണ്. ഇദ്ദേഹം ഒരു റാലി ഡ്രൈവറാണ്. ഇദ്ദേഹത്തിൻ്റെ വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ വാഹനം യൂസ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ പുറകിലുള്ള സ്പേസും അതുപോലെ വാഹനത്തിൻ്റെ കംഫർട്ടും എല്ലാം നോക്കിയിട്ടാണ് ഈ വാഹനം യൂസ് ചെയ്യുന്നത്. ഞാനും ഇത്രയും ഭംഗിയായിട്ടൊരു വാഹനം, ഒരു ഇവാലിയ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല ഫിനിഷിങ്ങിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എല്ലാം മാറ്റി കഴിഞ്ഞപ്പോൾ ആ വാഹനത്തിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. ആ വശങ്ങളിൽ നിന്നുള്ള ലുക്കൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഒരു അഡീഷണൽ ഓക്സിലറി ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് വെച്ചിട്ടാണ് അദ്ദേഹം ഓടിച്ചുകൊണ്ടിരുന്നത്. ഇത് പക്ഷേ നമ്മുടെ നോർമൽ റോഡുകളിൽ റെക്കമെൻഡഡ് അല്ല. അപ്പോൾ നമ്മൾ നിലവിൽ കൊടുത്തിരിക്കുന്ന ഒസ്റാം ByLEDയുടെ ഔട്ട്പുട്ടാണ്, ലോ ബീമിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ആ കൊടുത്തിരിക്കുന്ന ഓക്സിലറി ലൈറ്റുകളെക്കാളും ഏകദേശം നല്ല രീതിയിൽ നല്ല ഔട്ട്പുട്ടിൽ നമുക്ക് നമ്മുടെ ലോ ബീം കാണുന്നുണ്ട്. ഹൈ ബീം ആണെന്നുണ്ടെങ്കിലും നല്ല പവർഫുള്ളിൽ നല്ല രീതിയിൽ നമുക്ക് ചേഞ്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ആ ഒരു ഓക്സിലറി ലൈറ്റുകളുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി നമുക്ക് അതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് എടുത്തു നോക്കാം. ലോ ബീമിൽ നമുക്കിപ്പോൾ കിട്ടുന്നത് ഒരു 6500 ലക്സ് ആണ്. ആദ്യം ഉണ്ടായിരുന്ന ഒരു 500 അല്ലെങ്കിൽ 400 ഉണ്ടായിരുന്നത് 6000ലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ ബീമിൽ നോക്കിക്കഴിഞ്ഞാൽ 7000 ലക്സിലേക്ക് മാറിയിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ഒരു 600 ലക്സ് ആണ്, അതൊരു 7000 ലക്സിലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇതെന്ന് പറയുന്ന ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് തന്നെയാണ്. നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് തന്നെ നമുക്ക് നമ്മുടെ ലൈറ്റ് ഔട്ട്പുട്ടിൽ കിട്ടിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ ലുക്കിനെയും അത്യാവശ്യം നല്ല രീതിയിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വാഹനത്തിന് നല്ലൊരു ഇണക്കവും അതുപോലെ നല്ല ഭംഗിയിലും നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. ആ ചെറിയ ഡീക്രോമിങ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു എൻ്റയർ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നിസാൻ ഇവാലിയയ്ക്ക് ഇത്രയൊരു ഭംഗി അല്ലെങ്കിൽ ഇത്രയൊരു എസ്തറ്റിക് ലുക്സ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഈ ഒരു ഫിനിഷിങ്ങിലുള്ള ഒരു വാഹനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ വർക്കിന് ശേഷമുള്ള വ്യൂസിൽ നമ്മുടെ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ആ ലൈറ്റ് പോകുന്ന ബീം നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈവൻ ഒരു ഈവനിങ് ടൈമിലാണെങ്കിലും നമ്മുടെ ലൈറ്റ് ഔട്ട്പുട്ട് കൃത്യമായിട്ട് കാണാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു നൈറ്റ് ഡ്രൈവ് ആണ്. നമ്മൾ രാത്രി ഡ്രൈവ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. ഇതിൻ്റെ അലൈൻമെൻറ്റ്, നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗ്യാരേജിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്യുന്ന അലൈൻമെൻറ്റ് കറക്റ്റ് ആണോ എന്നും അതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം വന്നിട്ടുള്ളത്. പെർഫോമൻസിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാരണം ഓൾറെഡി പല പ്രാവശ്യം നമ്മളിത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഡെഫിനറ്റ്ലി ഗുഡ് ആണെന്നുള്ളത് നമുക്കറിയാം. ഇനി നോക്കാനുള്ളത് ഇതിൻ്റെ അകത്ത് ലൈറ്റിൻ്റെ അലൈൻമെൻറ്റ്. നമ്മുടെ ലൈറ്റ് അലൈൻ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലോ ബീമിൽ പോകുമ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് 0-യിലാണെന്നുണ്ടെങ്കിൽ, സിംഗിൾ പാസഞ്ചർ ആണെന്നുണ്ടെങ്കിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ആ കട്ട് ഓഫ് കറക്റ്റായിട്ട് എതിരെ വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന വാഹനങ്ങളുടെ മിററിൻ്റെ സൈഡ് മിററിൻ്റെ താഴെയായിട്ടായിരിക്കണം പാസ് ചെയ്യുന്നത്. ഇപ്പോൾ 2 വീലറുകളാണ് പോകുന്നത്, അവരുടെ ഒന്നും മുഖത്തേക്ക് ഈ ലൈറ്റ് പോകുന്നില്ല എന്നുള്ളത് നമുക്ക് ആ ലൈൻ കട്ട് ഓഫിൻ്റെ മേലേക്ക് തീരെ ലൈറ്റ് ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ രണ്ടിൻ്റെയും അലൈൻമെൻറ്റും കാലിബ്രേഷനും എല്ലാം കറക്റ്റാണ്. ഇപ്പോൾ എതിരെ നിന്ന് വരുന്ന വാഹനം വരുന്നുണ്ട്, നമുക്ക് ഗ്ലെയർ ഉള്ളതുകൊണ്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും ആ വാഹനം പാസ് ചെയ്യുമ്പോൾ ആ ഫ്രണ്ട് വിൻഷീൽഡിൻ്റെ താഴെയായിരുന്നു നമ്മുടെ ലൈൻ കട്ട് ഓഫ് പോയിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല, പക്ഷേ നമുക്ക് വളരെ ഭംഗിയായിട്ട് റോഡ് കാണാനായിട്ട് സാധിക്കുന്നു. അത്രയും ഭംഗിയായിട്ട് ഇലുമിനേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. നല്ല രീതിയിലുള്ളൊരു കവറേജ് 2 സൈഡിലേക്കാണെങ്കിലും റോഡിലാണെന്നുണ്ടെങ്കിലും നല്ല ലൈറ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് വളരെ കംഫർട്ടബിളായിട്ട് രാത്രി ട്രാവൽ ചെയ്യുന്ന ഇദ്ദേഹത്തിന് അത്യാവശ്യം നൈറ്റ് നല്ല രീതിയിൽ ട്രാവൽ വരുന്നുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്തും അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തുമൊക്കെ ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് ഈ ഒരു ലൈറ്റ് നല്ല രീതിയിൽ കംഫർട്ടബിൾ ട്രാവൽ കിട്ടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ ഏകദേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി പുതിയൊരു വാഹനവും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.